എന്താണ് സ്വധർമ്മം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഞാൻ ആരാണെന്ന് ഞാൻ ചിന്തിക്കുന്നുവോ അതുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ, അതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആരാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നുവോ, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? ശരീരമാണോ? പക്ഷെ ആരാ? ആത്മാവ്. പക്ഷെ അതിന് പകരം ഞാൻ ആരാണെന്ന് ഇപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നുവോ അതുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്വധർമ്മം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ ഈ ശരീരവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ, ആത്മാവുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ സനാതനധർമ്മം, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ സ്വധർമ്മം. എന്തൊക്കെയായിരിക്കും സ്വധർമ്മം എന്ന് പറയുന്നത്? വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു സ്റ്റുഡന്റിന്റെ ഡ്യൂട്ടി, അല്ലെ? ഒരു ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ ഒരു ഗൃഹനാഥന്റെ ഡ്യൂട്ടി, ഭാര്യ അല്ലെങ്കിൽ അമ്മ എന്നുള്ള രീതിയിൽ ഒരു വീട്ടമ്മയുടെ ഡ്യൂട്ടി, മക്കളുടെ ഡ്യൂട്ടി അച്ഛനും അമ്മയെടുത്തു, അല്ലെ? സമൂഹത്തിനോടുള്ള ഒരു ഉത്തരവാദിത്വം, രാജ്യത്തിനോടുള്ള ഒരു ഉത്തരവാദിത്വം, പ്രപഞ്ചത്തിനോടുള്ള ഉത്തരവാദിത്വം. ഇതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. എല്ലാവരും അവരവരുടെ ശരീരം ശ്രദ്ധിക്കണോ? അപ്പൊ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കുറ്റമല്ലേ? ആത്മഹത്യ എന്ന വാക്ക് തെറ്റാണ്. കാരണം ആത്മാവിനെ ആർക്കും കൊല്ലാൻ കഴിയില്ല. ശരീരഹത്യ എന്ന് വേണമെങ്കിൽ പറയാം. ആത്മഹത്യ തെറ്റായിട്ടുള്ളൊരു വാക്കാണ്. പക്ഷേ ആത്മഹത്യ, അതായത് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു കുറ്റമാണ്. അറിയാമല്ലോ നിങ്ങൾക്കല്ലേ? അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ മരിച്ചില്ല എങ്കിൽ പിന്നെ ജയിലിൽ പോകേണ്ടി വരും. അതറിയോ? ഇന്ത്യൻ നിയമം അനുസരിച്ച് അതൊരു കുറ്റമാണ്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാവുന്നു? അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നിലനിർത്തുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. അതായത് ശരീരത്തെ നിലനിർത്തുക എന്നത് നമ്മുടെ ആദ്യത്തെ സ്വധർമ്മമാണ്. ഇനി രണ്ടാമത്തെ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളെ, അവരോടുള്ള നമ്മുടെ കർത്തവ്യത്തെ നിറവേറ്റുക. ഇപ്പൊ ഒരു ഗൃഹനാഥനാണെങ്കിൽ ഗൃഹനാഥന്റെ ഡ്യൂട്ടി എന്താ? വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക, അവരുടെ ബേസിക് നെസസിറ്റീസ് എല്ലാം ഉറപ്പുവരുത്തുക. ആണോ അല്ലേ? വീട്ടമ്മയുടെ ഡ്യൂട്ടി എന്താ? വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും കാര്യങ്ങൾ നോക്കുക. ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം, അല്ലേ? കുട്ടികളിൽ നിന്ന് അച്ഛനും അമ്മ എന്താ പ്രതീക്ഷിക്കുന്നത്? നന്നായി പഠിക്കുക. ഇതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. ഇനി ഇതേ വ്യക്തികൾ തന്നെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം നിർവഹിക്കുന്ന വ്യക്തിയായിരിക്കും. ഒരു മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും അവർക്കൊരു കുടുംബം കാണുമല്ലോ. ആ കുടുംബത്തിന്റെ കാര്യം നോക്കുക എന്നത് മാത്രമല്ലല്ലോ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം. ആ വ്യക്തി പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്നുണ്ട്. ആ സംസ്ഥാനത്തിനോടും ആ രാജ്യത്തിനോടും ഒരു ഉത്തരവാദിത്വമുണ്ട്. അതും സ്വധർമ്മമാണ്.